ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് പള്ളിയിൽ വരെ ഒന്ന് പോകണം. 10:30-ക്കാണ് നമ്മുടെ മലയാളത്തിൽ കുർബാന നടക്കണേ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആവുമ്പം പോകുമെന്ന് വെച്ചു. നമ്മുടെ വീടിനടുത്തുമാണ് പള്ളി. അപ്പം ഞാനാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുഞ്ഞൂന് കിച്ചടി ആക്കി വെച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾ സെവിനാച്ചിന് ഉറങ്ങുകയാണ്. അപ്പോൾ രണ്ടുപേരെ എഴുന്നേൽപ്പിക്കണം, ഫുഡൊക്കെ കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരുങ്ങി പള്ളിയിൽ പോകണം. ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ തുണി വിരിക്കാൻ പോയി, തുണി പറക്കിക്കൊണ്ട് വന്ന് പിന്നെ പാല് മേടിക്കാൻ പോയി, പിന്നെ വേസ്റ്റൊക്കെ ഇട്ട് അങ്ങനെയുള്ള പണികളെല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ കുക്കിങ്ങിലോട്ട് വന്നത്. റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് അങ്ങ് മിക്സാക്കി നല്ല മയോ ആക്കി എടുക്കുമല്ലോ, അതേപോലെ എടുക്കണേ. പാല് ഞാൻ മേടിച്ച് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. അപ്പം നമുക്ക് ചായ അങ്ങിടാവേ. ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ഹോക്കേഴ്സിനകത്തോട്ട് ഞാനെടുത്ത് അടച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നല്ല ചൂടോടെ ഇരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് അടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞൂന് വേണ്ടിയിട്ടുള്ള റാഗി അങ്ങ് ആക്കണം. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പുമാവൊക്കെ എടുത്തൊരു പ്ലേറ്റിലോട്ടൊക്കെ ഇട്ട്, പിന്നെ പഴം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പഞ്ചസാര വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മൾ ചട്നി വെച്ചിട്ടും ഇതേപോലെ ഉപ്പുമാവ് കഴിക്കും. നൈസ് കോമ്പിനേഷനാണ് അതും. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിങ്ങനെ കൂട്ടി കുഴച്ച് ഉപ്പുമാവ് കഴിക്കായിരുന്നു. പിന്നെ കൂടെ നമ്മൾ ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൂന് നമ്മൾ കൊടുത്തായിരുന്നു. അതിന് ശേഷം നമ്മൾ കഴിക്കണേ. അച്ഛൻ അപ്പുറത്തിരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ കഴിച്ചു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു കുഞ്ഞൂന് കിച്ചടിയും കൂടി അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം പോയിട്ട് വരുമ്പോൾ നമുക്ക് അവർക്കൊന്ന് ഫുഡ് കൊടുത്താൽ മാത്രം മതിയല്ലോ. പിന്നെ അവർക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കിച്ചടിയൊക്കെ ആക്കി പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ തൂത്ത് തുടച്ച് എല്ലാം വൃത്തിയാക്കി കുഞ്ഞുനെ ഒരുക്കി ഞങ്ങൾ ഒരുങ്ങി. അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് പോകുമായിരുന്നു. പള്ളിയിൽ പോയപ്പം കൂടുതലും അവിടെ മലയാളികളായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. KL എന്നൊക്കെ പറയുന്ന നമ്പർ പ്ലേറ്റ് ഒക്കെ ഉള്ള വണ്ടികളായിരുന്നു കൂടുതലും. കാരണം ഈ ഒരു 10:30 ടൈമിൽ നമ്മുടെ മലയാളത്തിലുള്ള കുർബാനയാണല്ലോ നടക്കുന്നത്. അപ്പം പള്ളിക്കകത്ത് ഭയങ്കര ആളായിരുന്നു. നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പുറത്ത് നിൽക്കുമായിരുന്നു. പിന്നെ കുഞ്ഞുവാണെങ്കിൽ അവിടെയൊക്കെ ഓടിച്ചാടി നടക്കുമായിരുന്നു. അപ്പം നമുക്ക് അകത്തോട്ട് കയറാനും പറ്റിയില്ല. എങ്കിലും നമ്മൾ ആ വാതിലിലൊക്കെ എടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ താഴെ മാതാവിൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു, പൈസയൊക്കെ ഇട്ട്. ഇവിടെ പശുക്കളെല്ലാം റോഡിന്റെ നടുക്കി നിൽക്കത്തുള്ളൂ. ഇല്ലേ, നാട്ടിലൊക്കെ ആണെങ്കിലേ എടുത്തോണ്ട് ആരെങ്കിലും പോയേ ചെയ്യും. ഇതെല്ലാം വണ്ടികളുടെ ശബ്ദങ്ങളും അല്ലയോ, ഓണടി എല്ലാം കേൾക്കുമ്പോഴത് പല വഴിക്ക് ഓടും, കയറും പൊട്ടിച്ചോടും. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊന്നും ആക്കിയില്ലായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് കടയിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനുള്ള കിച്ചടി മാത്രമേ ആക്കിയിട്ടുള്ളായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു കടയുണ്ട്, തലശ്ശേരി എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ബിരിയാണി മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ. ഞാൻ സീറ്റ് ബെൽറ്റൊക്കെ എടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി കുഞ്ഞൂന് ഫുഡ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കും. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ചിക്കൻ ബിരിയാണി, സെബിന ചാച്ചിന് പോത്ത് ബിരിയാണി. അപ്പോൾ നൈസ്, കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. ഇതിലേതാ ചിക്കൻ, ഏതാ പോത്ത്? ഇത് ചിക്കൻ. അപ്പം ഇത് എൻ്റെത്, ഇത് സെബിന ചാച്ചൻ്റെത്. പിന്നെ ചിക്കൻ്റെ ഡ്രൈ പീസും മേടിച്ചായിരുന്നു 4 എണ്ണം. കണ്ട. അപ്പം ഇതൊക്കെ കൂട്ടിയാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ബാച്ച കഴിക്കാം, വാ. സെവിന ചാച്ചൻ്റെ ഇത് പോത്ത് ബിരിയാണി. എൻ്റെ ചിക്കൻ ബിരിയാണി ഞാൻ പ്ലേറ്റിലോട്ട് തട്ടുകയാണ്. ദൈവമേ, താഴെ വീടല്ലേ.
ഓക്കെ, കുഞ്ഞുവിന് ഫുഡ് കൊടുത്തിട്ട് വരുമ്പോഴേക്കും ബിരിയാണിയൊക്കെ തണുത്തു പോകുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ നല്ല ചൂടോടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരുമാതിരി കല്ല് പോലെ ഇരിക്കും. എന്നിട്ട് ഞാൻ ഗ്രേവി തപ്പുമായിരുന്നു, പക്ഷെ എനിക്ക് ഗ്രേവി ഇച്ചിരിയേ കിട്ടിയുള്ളായിരുന്നു. കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഇളക്കി വാരിയൊക്കെ ഒന്ന് കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മുമ്പും ഇതേപോലെ അവിടുന്ന് ബിരിയാണി മേടിച്ചിട്ടുണ്ട്. പൊളി ടേസ്റ്റാണ് അവിടുത്തെ ബിരിയാണിക്ക്. അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാട്ടോ. പിന്നെ സെവിന ചേച്ചനാണെങ്കിൽ പോത്തിൻ്റെ ബിരിയാണിയല്ലേ മേടിച്ചത്. അപ്പോൾ അച്ഛൻ്റെ കുറച്ച് പോത്തിൻ്റെ കഷ്ണമൊക്കെ എനിക്ക് തന്നായിരുന്നു. അത് നൈസ് ടേസ്റ്റ് ആയിരുന്നു, നല്ല വേവുമായിരുന്നു, നല്ലതായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു. പൊളി ടേസ്റ്റ് ആയിരുന്നു അതും. അങ്ങനെ ഞാൻ കുറച്ച് തൈരൊക്കെ കൂട്ടിക്കുഴച്ച് വാരി തിന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു. ഇനി കുഞ്ഞുനെ ഉറക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് വയറ് പറഞ്ഞു കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം ബിരിയാണി എല്ലാം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വയറ് കയറുന്നു. അപ്പം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് പിന്നെ നൈറ്റ് ഫുഡിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അരിയൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അതിന് ശേഷം ചായയൊക്കെ ഇട്ട്, ഇപ്പോൾ സമയം തന്നെ ഒരു 3 മണിയൊക്കെ ആയി. അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് ചായ ഒക്കെ കുടിക്കട്ടെ. സോ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ബെല്ലൈക്കോടെ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.